ഹായ് ഹലോ എവരി വൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തേത് ഒരു വ്ളോഗാണ്. ഒരു 1-2 ദിവസത്തെ വ്ളോഗ്സ് കംപ്ലീറ്റ് ഒരുമിച്ചാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് സ്കൂൾ ഷോപ്പിംഗ് വ്ളോഗാണ്. അപ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഡിലേ ആയി. അപ്പോൾ എപ്പോഴും വിചാരിക്കും കേട്ടോ, ഒരു വീഡിയോ ഇട്ടാൽ മാക്സിമം ഒരു 2 ദിവസം കൊണ്ട് തന്നെ നെക്സ്റ്റ് വീഡിയോ അപ്ലോഡ് ആക്കണം എന്നുള്ളത്. ബട്ട് എന്താ ചെയ്യാനെ കൊണ്ട് പറ്റുന്നില്ല ഗൈസ്. കുറച്ച് ലോങ് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനെല്ലാം കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ടേനു. അപ്പോൾ രാവിലെ കുറച്ച് പണികളുണ്ടേനു. അതെല്ലാം കഴിഞ്ഞിട്ട് ഉച്ചക്ക് MBK പോയിട്ട് ബിരിയാണിയെല്ലാം കഴിച്ചിട്ടാണ് നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ അധികവും ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം പർച്ചേസ് ആക്കൽ ഗ്രീൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്ത് ഐറ്റംസും ഗ്രീൻസ് തന്നെയാണ് കൂടുതൽ ഓഫറിന് കാണൽ. അപ്പോൾ ഇപ്പോൾ എൻ്റെ മോള് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടത് എന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു സെക്ഷനിൽ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഒരു പണ്ടത്തെ ഒരു നൊസ്റ്റു ഫീൽ കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരി ബാഗ് ഉണ്ട്, അതെനിക്ക് രണ്ടാൾക്ക് ഒരു ഇത് കൊടുക്കാനുണ്ടേനു, ഒരു കൊറിയർ അയക്കാനുണ്ടേനു. അപ്പോൾ അങ്ങനെ ഇവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഒരു ക്യാരി ബാഗിന് തന്നെ 20 രൂപയോ മറ്റുണ്ട്. പിന്നെ വേറെ എവിടെയും പോയിട്ട് വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ കണ്ടപ്പോൾ അങ്ങ് എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ KG മോളെ ചേർത്തിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ സ്ലേറ്റിൻ്റെ പെൻസില് അതെല്ലാം നോക്കുന്നതാണ് കേട്ടോ. ബട്ട് ഇതൊന്നും ഇതുവരെ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വാങ്ങിയ പോലെ തന്നെ ഉണ്ട് കേട്ടോ. ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ എന്തെല്ലോ ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ടുണ്ടേനു. അപ്പോൾ മൾട്ടി കളർ വരുന്നതും ഇങ്ങനെ പ്ലെയിൻ കളർ വരുന്നതെല്ലാം കാണുമ്പോൾ നമുക്ക് പണ്ടത്തെ ആ ഒരു നൊസ്റ്റു ഫീൽ അടിക്കും കേട്ടോ. ഇതെല്ലാം കുറേ ആയി ഇപ്പോൾ കൈ കൊണ്ട് തൊട്ടിട്ട് തന്നെ. അപ്പോൾ ബാഗ് ഫസ്റ്റ് തന്നെ കിട്ടി കേട്ടോ. പിങ്ക് കളർ യൂണിക്കോൺ അവിടെ ഉള്ളത് കൊണ്ട് എന്തോ ഭാഗ്യം. അതുകൊണ്ട് പെട്ടെന്ന് ബാഗ് എടുക്കൽ കഴിഞ്ഞിനെ. പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു ഐറ്റംസ് എല്ലാം തപ്പി നടക്കലേനും കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ മോളെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് എന്നെ ഭയങ്കര എന്തോ ആന കരിമീൻകാട്ടി കയറിയ അവസ്ഥയാണ് കേട്ടോ. എല്ലാ ഐറ്റംസും ഇങ്ങനെ എടുത്ത് നോക്കാൻ തോന്നും. നമ്മൾ പൊതുവേ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വരുമ്പോൾ ഈ സ്കൂൾ സീസണിൽ തന്നെ ആണെങ്കിൽ പോലും ഈ ഒരു സെക്ഷനിലേക്ക് കയറലേ ഇല്ല കേട്ടോ. ആവശ്യമില്ലാണ്ടിരിക്കുമ്പോൾ അങ്ങനെ വെറുതെ കയറൂലല്ലോ. അപ്പോൾ ഇപ്പം ഇങ്ങനെ കയറിയപ്പോൾ നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ തന്നെ. അപ്പോൾ ഈ ഒരു ഐറ്റം കണ്ട, ഇതാണ് ഇങ്ങനെ സ്ലേറ്റ് വാങ്ങിക്കുന്ന ഡസ്റ്ററില്ലേ. അപ്പോൾ ഒരു ക്യൂട്ടായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ അങ്ങ് എടുത്തതാണ് കേട്ടോ. അപ്പോൾ സ്കൂളിൽ നിന്ന് സ്ലേറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ബുക്കിൻ്റെ കൂടെ. അപ്പോൾ വിചാരിച്ചാൽ അതെല്ലാം യൂസ് ആക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം വാങ്ങിച്ചതാണ് കേട്ടോ. ബട്ട് ഇതുവരെ സ്ലേറ്റൊന്നും യൂസ് ആക്കിയിട്ടില്ല. പിന്നെ സ്കൂളിൽ ലഞ്ച് ബോക്സിൻ്റെ കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് സ്പൂണും ഫോർക്കും നോക്കിയിരുന്നു, അത് കിട്ടിയിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഞാൻ മീഷോന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഇങ്ങനെ ബോക്സോട് കൂടിയിട്ടുള്ള സ്പൂൺ ആൻഡ് ഫോർക്കിൻ്റെ സെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനതൊരു ഷോർട്ട് വീഡിയോ ആയിട്ടും ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ടെല്ലാം അപ്ലോഡ് ആക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അങ്ങനെ പർച്ചേസ് ആക്കുക. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ വാങ്ങിക്കാത്തത് നല്ല ഭാഗ്യമായി എന്ന് തോന്നിപ്പോയി. മീഷോയിൽ ചെറിയ റേറ്റിലാണ് കേട്ടോ എനിക്ക് വിത്ത് കേസോടെ ഇങ്ങനെ സ്പൂണും ഫോർക്കും കിട്ടിയിട്ടുണ്ടായത്. പിന്നെ അതിൻ്റെ സെക്ഷനിൽ തന്നെ ഈ ടിഫിൻ ബോക്സ്, ബോട്ടിൽ, അതിൻ്റെ സെക്ഷനിൽ തന്നെ ഇങ്ങനെ സ്റ്റീലിൻ്റെ കുറച്ച് ഐറ്റംസ് എല്ലാം ഉണ്ടായിനേനു. അപ്പോൾ ഒന്നും എടുത്തിട്ടില്ല. ഇങ്ങനെ നമ്മൾ നോക്കാത്ത ഐറ്റംസ് അവിടെ ഉണ്ടാവില്ല കേട്ടോ. ഈ ഗ്രീൻസിൽ തന്നെ നമ്മൾ 2-3 മണിക്കൂർ നിന്നിട്ടുണ്ടാകും, അത്രയും ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കി നടക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോ ഐറ്റംസൊന്നും ഇല്ലയെന്ന് കണ്ടിട്ട് അങ്ങനെ എടുത്തത്. ഈ ബ്രഷ്, പേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളിലില്ലേ അതെല്ലാം. പിന്നെ ഇതാ ഗ്രീൻസിലെല്ലാം കയറി കഴിഞ്ഞാൽ പിന്നെ മോക്ക് ചോക്ലേറ്റിൻ്റെ സെക്ഷനിലെത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോന്ന് എടുക്കും കേട്ടോ. അപ്പോൾ അതെടുക്കണ്ടെന്ന് പറഞ്ഞാൽ അവിടെ വെക്കുകയും ചെയ്യും. ബട്ട് കിൻഡർ ജോയ് ഈ ചോക്ലേറ്റ് എല്ലാം വേണ്ടാന്ന് പറഞ്ഞാൽ വെക്കും കേട്ടോ. പിന്നെ ഈ ജംസ്, കിൻഡർ ജോയ് പോലത്തെ ഈ കളർഫുൾ ഐറ്റംസ് എല്ലാം ഇല്ലേ, അതെല്ലാം കണ്ടാൽ ടേസ്റ്റ് ഒന്നും നോക്കൂല. കളർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എടുത്തിട്ട് ബാസ്ക്കറ്റിലിടും കേട്ടോ. അതാണ് മെയിൻ ഹോബി. പിന്നെ ഞാൻ എപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലും വാങ്ങിക്കുന്നതാണ് ഇതുപോലത്തെ പോപ്കോണ്. എന്നാൽ പിന്നെ ഇടയ്ക്ക് ഒന്നും ഇല്ലാണ്ട് വെക്കുമ്പോൾ ഇങ്ങനെ മക്കൾക്ക് ആക്കി കൊടുക്കാൻ. പിന്നെ ഈ ഒരു പ്രഹസനം കണ്ട, ഇത് ഞാൻ ആ കിൻഡർ ജോയ് എടുത്തിട്ട് തിരിച്ച് വെക്കാൻ വേണ്ടി പോകുന്നതുകൊണ്ട് എന്നെ പിടിച്ചിട്ട് അങ്ങ് തള്ളി മാറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ എന്തെല്ലോ സംഭവങ്ങളിൽ എടുത്തിട്ട് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ബോക്സും പിന്നെ ഈ ക്യൂട്ടായിട്ടുള്ള കുറേ ഇറേസർ അങ്ങനത്തെ കുഞ്ഞു സംഭവങ്ങൾ ഉണ്ടാവുമല്ലോ, അതെല്ലാം എടുത്ത് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ടേനു. അപ്പോൾ ഇവിടെ എന്തെല്ലോ സെയിലും നടക്കുന്നുണ്ട് കേട്ടോ സ്കൂളിൻ്റെ. അതുകൊണ്ട് തന്നെ നല്ല റേറ്റ് കുറവിലാണ് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ ഇത് കണ്ണൂർ സിറ്റി സെൻറ്ററിലുള്ള ഗ്രീൻസിലാണ് പോയിട്ടുണ്ടായത്. അപ്പോൾ ഗ്രീൻസിലാണ് പോകുന്നതെങ്കിൽ അധികം പ്ലാസക്കുള്ള ഗ്രീൻസിൽ തന്നെയാണ് കേട്ടോ അപ്പോക്ക്. പിന്നെ ബാഗ് വാങ്ങിച്ച സന്തോഷത്തിൽ ഓൾഡ് ഐറ്റംസ് എല്ലാം ആ ഒരു ബാഗിൽ തന്നെ ഇട്ടിട്ട് നേരെ വീട്ടിലേക്ക് പോകുന്നവരെ ബാഗ് കൂട്ടിട്ട് തന്നെയായിരുന്നു കേട്ടോ നടത്തം. അപ്പോൾ ഇതാ വീട്ടിലെത്തിയപ്പോൾ മീഷോന്ന് ഓർഡർ ചെയ്ത ഈ ഒരു
സ്റ്റേഷനറി പെൻസിലിൻ്റെയും പെന്നിൻ്റെയും കോംബോ വന്നിട്ടുണ്ടേനു. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചു തന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഈ കുഞ്ഞുമക്കൾക്കെല്ലാം ഇങ്ങനത്തെ ഒരു പെൻസിലും പെന്നും കൊടുത്താൽ അവരത് കളഞ്ഞിട്ട് വരില്ല കേട്ടോ. അത്രയും അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100-110 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ കംപ്ലീറ്റ് ഐറ്റംസിനും കൂടിയിട്ടുള്ള റേറ്റ് അതിൽ ഹൈലൈറ്റർ വരുന്നുണ്ട്, പെന്ന്, പെൻസില്, അങ്ങനെ എല്ലാം വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ പിറ്റേന്ന് രാവിലെയുള്ള വീഡിയോ ആണ്. അപ്പോൾ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകേണ്ടേ ഉണ്ടേനു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഇളനീർ ഷേക്ക് കുടിച്ചതാണ്. പിന്നെ മോളുടെ മുടിയെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെട്ടാൻ പോയി. അപ്പോൾ എനിക്ക് അത്ര അങ്ങ് തൃപ്തിയായിട്ടില്ല കേട്ടോ. നമ്മൾ സെക്യൂറ മോന്നേനും ഇങ്ങനെ മുടി മുറിച്ചിട്ടുണ്ടായത് അത്രക്ക് അങ്ങ് എനിക്ക് ഇഷ്ടമായിട്ടില്ല. മുന്നേ മുറിച്ച് അത്ര അങ്ങ് ഇഷ്ടമായിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഡാപ്പർ കണ്ട മക്കൾക്ക് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്, എൻ്റെ മോക്ക് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ലിറ്റിൽ ഏഞ്ചറിൻ്റെ ഈ ഒരു ഡാപ്പറാണ്. നല്ല അടിപൊളി ഡയപ്പറായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നി. ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഇപ്പോൾ തന്നെ യൂസ് ആക്കല്. പിന്നെ പിന്നെ എൻ്റെ അനിയത്തിക്ക് ആ സമയത്ത് +2 റിസൾട്ട് വന്ന ടൈമേനു. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലെ ഒരു വാർഡ്രോബ് കംപ്ലീറ്റ് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ മോളുടെ സ്കൂളിലെ ഐറ്റംസ് എല്ലാം വെക്കണമല്ലോ. അപ്പോൾ അതിങ്ങനെ തുറന്നപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഈ ഒരു കൂറൻ്റെ സംഭവങ്ങളിലില്ലേ, കുറേ കൂറൻ്റെ ഈ ഒരു കൂറപ്പെട്ടി പോലത്തെ സംഭവങ്ങളും എന്തെല്ലാം ഉണ്ടായിന് കേട്ടോ. അതങ്ങനെ അധികം തുറക്കലില്ല. ഇങ്ങനെ എപ്പോഴെങ്കിലും യൂസ് ചെയ്യുന്ന ഐറ്റംസാണ് അതിൽ കൂടുതലുള്ളത്. പിന്നെ എൻ്റെ ഈ ഒരു ജ്വല്ലറി ബോക്സ് വേണ്ട, ഇപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു മാലയോ വളയോ ഒന്നും ഇടേണ്ട ഒരു ടൈം കിട്ടാത്തതുകൊണ്ട് ആ ഒരു ബോക്സ് പോലും ഞാൻ തുറക്കലില്ല കേട്ടോ. പിന്നെ ഈ ഒരു ഐറ്റം കണ്ടായത് ഞാൻ മീഷോന്ന് കുറേ മുന്നേ വാങ്ങിച്ചതാണ്. ബട്ട് പുറത്തെടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. എൻ്റെ മക്കളായിട്ട് എടുത്ത് എറിഞ്ഞ് പൊളിച്ചിനെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു തെർമോക്കോളിൻ്റെ ഈ ഒരു ബോക്സ് തന്നെയാണ് ഇത് ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വിചാരിച്ച് ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും എന്തെങ്കിലും ഇട്ട് വെച്ച് യൂസ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പുറത്തെടുത്ത്. പിന്നെ ഈ ഒരു ബുഷ് കണ്ടായത് മീഷോന്ന് വാങ്ങിച്ചതാണ്. എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ കംപ്ലീറ്റ് കൂടുതലും കാണുന്നത് മീഷോയിലെ ഐറ്റംസ് തന്നെയായിരിക്കും കേട്ടോ. ഇപ്പോൾ മീഷോ എന്തോ ഒരു കുടുംബ സ്വത്ത് പോലെയാണ്. കയറിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള ഈ ഒരു ഹെയർ ബാൻഡ് ഇല്ലേ, ഞാൻ ഫസ്റ്റ് ടൈം കല്യാണം കഴിഞ്ഞിട്ട് ബഹ്റൈനിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ അവിടെ നിന്ന് എടുത്തിട്ട് വന്നതേനും കേട്ടോ. അവിടെ ഇങ്ങനെ ഹസ്ബൻഡ് വർക്ക് ചെയ്ത ഒരു കമ്പനിയിൽ ഇങ്ങനെ കളയാൻ വെച്ചതേനു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. 4 കൊല്ലത്തിൻ്റെ മേലെയായി, ഇതുവരെ കളഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഈ ഒരു ബുക്ക് കണ്ട ആൽബത്തിൻ്റെത്, ഇതിൻ്റെ പണ്ട് കുറച്ച് മുന്നേ ഉള്ള ആൽബേനു. അതുകൊണ്ട് തന്നെ പഴയ ഫോട്ടോസാണ് കേട്ടോ ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു നൊസ്റ്റു ഫീലാണ്. നമ്മളിപ്പോൾ ലാപ്ടോപ്പിലും പെൻഡ്രൈവിലും ഒന്നുള്ള ഫോട്ടോസൊന്നും അങ്ങനെ എപ്പോഴും എടുത്ത് നോക്കൂലല്ലോ. അപ്പോൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കാമെന്നും വിചാരിച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ ആൽബത്തിലാക്കി വെച്ചതാണ്. ബട്ട് അതൊന്നും എപ്പോഴൊന്നും നോക്കൂല. എന്നാലും ഇപ്പം ഇങ്ങനെ മറിച്ച് നോക്കുമ്പം ഒരു ഓർമ്മകളെല്ലാം അങ്ങ് മുന്നത്തെ കാലത്തേക്കെല്ലാം എത്തിപ്പോകും കേട്ടോ. നമ്മൾ പണ്ടേ ഉള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയുള്ളതും നമ്മളെ കല്യാണം കഴിഞ്ഞ പാടുള്ള ഹസ്ബൻഡിൻ്റെ കൂടെയുള്ള ഫോട്ടോസും എല്ലാം ഉണ്ട്. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 12 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മക്കളെ 2 ഉറക്കിയതിന് ശേഷമാണ് ഞാനിത് കംപ്ലീറ്റ് സെറ്റാക്കുന്നത്. അവരെണീറ്റ ടൈമിലാണെങ്കിൽ ഞാനിത് ക്ലീൻ ആക്കുമ്പോൾ എനിക്ക് ഡബിൾ പണി തരും കേട്ടോ. അപ്പോൾ അവർ ഉറങ്ങുന്ന ടൈമിൽ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ബുക്കിൻ്റെ കൂടെ സ്കൂളിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഒരു സ്ലേറ്റ്. അപ്പോൾ ഇതെല്ലാം അങ്ങ് സെറ്റാക്കിയിട്ട് ബാഗിൽ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ച്. ബട്ട് ബുക്കും സ്ലേറ്റൊന്നും അങ്ങനെ സ്കൂളിൽ ഇപ്പം അധികം യൂസ് ആക്കണ്ട കേട്ടോ. ബുക്കെല്ലാം സ്കൂളിൽ തന്നെ വെക്കും, സ്ലേറ്റ് ഇതുവരെ കൊണ്ടുപോണ്ടി വന്നിട്ടില്ല. ബാഗിൽ ആകെ 2 ഡ്രസ്സും കർച്ചീഫ് പിന്നെ ടിഫിൻ ബോക്സ് ബോട്ടിൽ ഇത് മാത്രമേ കൊണ്ടുപോണ്ടി വരുന്നുള്ളൂ കേട്ടോ. എവിടെയോ പിക്നിക്കിന് പോകുന്ന പോലെ ബുക്കൊന്നും ഇല്ലാണ്ട് വെറും ഡ്രസ്സും കർച്ചീഫും ടവലും മാത്രമേ ബാഗിൽ വെക്കേണ്ടിയുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ ആ കർച്ചീഫ് സംഭവങ്ങളൊന്നും ഞാൻ ഈ ടൈമിൽ വാങ്ങിച്ചിട്ടുണ്ടായിട്ടില്ല. അതെല്ലാം സ്കൂൾ തുറന്ന് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അറിഞ്ഞപ്പോഴാണ് അങ്ങനത്തെ എല്ലാം ഞാൻ പെട്ടെന്ന് മീഷോയിൽ കയറിയിട്ട് ഓർഡർ ആക്കിയിട്ട് വാങ്ങിയത്. അപ്പോൾ സ്കൂൾ തുറന്നിട്ട് കുറേ ഐറ്റംസ് വേണമെന്നുള്ളത് ആ ടൈമിൽ വാങ്ങിച്ചിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ കംപ്ലീറ്റ് പിങ്ക് വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാം പിങ്കേനു. പിന്നെ ഈ ഒരു പെൻസിലിൻ്റെ ബോക്സ് കണ്ട, ഇതും ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാ നല്ല അടിപൊളി പെൻസിൽ, കുറേ ഇങ്ങനെ നല്ല സ്റ്റെയിനെല്ലാം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചെറിയ റേറ്റിലാണ് ഈ ഒരു 100 എണ്ണം വരുന്ന കോംബോ കിട്ടുന്നത്. അപ്പോൾ പെൻസിലൊന്നും തീരെ യൂസാക്കൂല കേട്ടോ. എന്നാലും എനിക്കറിയില്ലല്ലോ. അപ്പോൾ എല്ലാത്തിലും ഞാനിങ്ങനെ നെയിം ലാബിലെല്ലാം ഒട്ടിച്ചിട്ട് ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുമ്പോൾ എന്തോ ഒരു രസം കേട്ടോ, എടുത്ത് വെക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാനിത് സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരു 2 ദിവസം മുന്നെയാന്ന് തോന്നുന്നു ഇത് സെറ്റാക്കിയത്. ഇത് ജൂൺ 6-നേനു കേട്ടോ എൻ്റെ മോൾക്ക് സ്കൂള് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു 2 ദിവസം മുന്നെയാണ് ഞാൻ ഇതെല്ലാം അങ്ങ് സെറ്റാക്കിയത്. ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഡിലേ ആയിപ്പോയി കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇടാൻ 1 മാസത്തോളം ഡിലേ ആയിപ്പോയി. ഇപ്പോഴും ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഇത് ഇടേണ്ടി വരില്ല. ഇപ്പം തന്നെ ഞാൻ ഇടണോ വേണ്ടയോ എന്ന് വിചാരിച്ചിട്ട് എഡിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ എന്തായാലും കഷ്ടപ്പെട്ട് എടുത്തതല്ലേ, ഇങ്ങനെ ഇടാണ്ട് അങ്ങനെ ഡിലീറ്റ് കളയാനും തോന്നുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഇടുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യുക. ലൈക്ക് ചെയ്യാൻ എന്തായാലും വിട്ടുമല്ല കേട്ടോ. ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളും വീഡിയോനെ പറ്റിയിട്ടുള്ള ഫീഡ്ബാക്കെല്ലാം കമൻറ്റായിട്ട് ഇടുകയും കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇപ്പം കുറച്ച് കമൻസ് എല്ലാം ഇങ്ങനെ പുതിയ കമൻസ് എല്ലാം വരുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാനൊരു ഗിവ് അവേൻ്റെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി. സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ സാഹചര്യം അല്ലേനു, അതുകൊണ്ടാണ് കേട്ടോ എടുക്കാൻ പറ്റാണ്ടുന്നത്. എന്തായാലും പെട്ടെന്ന് തന്നെ ഗിവ് അവേ വീഡിയോ അപ്ലോഡ് ആക്കാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റും കൂടി ചെയ്ത് വെച്ചോ. പിന്നെ ഇതെല്ലാം ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ കുറേ ടൈം എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെക്കലും എല്ലാം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടുണ്ട്. ഞാനന്ന് ഉറങ്ങാൻ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ടൈമൊന്നും കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഇങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഒന്നാമത് മോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത് ഫസ്റ്റത്തെ ഒരു അനുഭവമാണല്ലോ. നമ്മളെല്ലാം പണ്ടിങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ഇതുപോലത്തെ ക്യൂട്ട് ഐറ്റംസും ഉണ്ടാവലില്ല. ഇങ്ങനെ ചെറുതിൽ സ്കൂളിൽ പോകുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കുക. വലുതായാലും നമ്മൾ നാളെ തുറന്നല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതാകുമ്പോൾ ഇങ്ങനെ സെറ്റാക്കി വെക്കുകയൊന്നും ചെയ്യില്ലല്ലോ. പിന്നെ ചെറുതിൽ നമുക്ക് ഓർമ്മയും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതുപോലത്തെ ഐറ്റംസെല്ലാം ഇങ്ങനെ സെറ്റാക്കി വെക്കാൻ നല്ല രസമുണ്ടേനു. അങ്ങനെ ഇതെല്ലാം സെറ്റാക്കിയിട്ട് ഇനി ബുക്കെല്ലാം കവർ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കവർ ചെയ്യേണ്ട പേപ്പറൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ലേനു കേട്ടോ. അപ്പോൾ എൻ്റെ വീട്ടിൽ മുന്നേ ഉള്ള കുറച്ച് ബ്രൗൺ പേപ്പർ ഉണ്ടേനു. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതെല്ലാം അങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ബോട്ടിലും ഇതെല്ലാം ഞാനിങ്ങനെ ജസ്റ്റ് ബാഗിലങ്ങ് വെക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ മീഷോന്നൊരു കിറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ബട്ട് അത് ഇതുവരെ ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കിറ്റ് പിന്നെ ഈ ബാഗിൽ തന്നെ കാര്യമായിട്ടൊന്നും വെക്കുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ വേറെ തന്നെ ഒരു പൗച്ച് അതും മീഷോന്ന് വാങ്ങിച്ചൊരു 7 പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പൗച്ചിലാണ് കേട്ടോ ഞാൻ ടിഫിൻ ബോക്സിൽ ഇട്ടിട്ട് ഇപ്പോൾ ബാഗിൽ വെക്കലേ. അപ്പോൾ 2 ബാഗ് നിർത്തിയിട്ട് കുഞ്ഞുമക്കൾക്ക് ഇങ്ങനെ നടക്കണ്ടല്ലോ. ഓൾറെഡി എന്തായാലും കിറ്റ് എടുത്ത് കഴിഞ്ഞാൽ ബാഗിൽ വെക്കാൻ ഐറ്റംസ് ഒന്നും ഇല്ല. അതുകൊണ്ട് എല്ലാം കൂടി ബാഗിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുക്കൽ. പിന്നെ ഈ ഒരു ബുക്ക് കവർ ചെയ്യാൻ ഞാൻ കുറേ ടൈം എടുത്തിന്. എനിക്കൊരു നാക്ക് കിട്ടുന്നില്ല കേട്ടോ. എവിടെയൊക്കെയോ എന്തൊക്കെയോ തകരാറ് പോലെ ഇങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ബുക്ക് തുറക്കുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇളകുന്നു, അവിടുന്ന് പൊന്തുന്നു, അങ്ങനെയുള്ള ഒരവസ്ഥയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സെലോ ടാപ്പെല്ലാം എടുത്ത് വെച്ചിനു ലാസ്റ്റ് ടാപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇട്ടതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ, കുറേ കാലങ്ങളല്ല വർഷങ്ങളായില്ലേ ഇതുപോലെ ബുക്കിനെല്ലാം കവർ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ടാപ്പ് ഒട്ടിക്കാനൊരു ധൈര്യം കിട്ടിയിട്ടില്ല. ഇങ്ങനെ തുറക്കുമ്പോൾ ആ ഒരു ബ്രൗൺ പേപ്പർ കുറച്ചിങ്ങനെ നീങ്ങുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒട്ടിച്ചിട്ടില്ല. പിന്നെ ആ ലാബിലൊന്നും ഞാനിപ്പോൾ ഒട്ടിക്കുന്നില്ല കേട്ടോ. ആ ലാബിൽ ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തപ്പം വിചാരിച്ച് എന്തായാലും മോള് സ്കൂളിൽ പോകുന്നതല്ലേ, അപ്പോൾ അവർക്കൊരു ഇൻട്രസ്റ്റ് ആണല്ലോ ഇതെല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ടുള്ള ലാബിൽ ഞാൻ 2 ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. യോക്കോ കിഡ്സ്, സോനോ കിഡ്സ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ ഈ ഒരു ബാഗ് ടാഗും കേട്ടോ. ഈ ഒരു ബാഗ് ടാഗിൻ്റെ വീഡിയോ ഇട്ടപ്പുറപ്പേ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ്. അപ്പോൾ കാർട്ടൂൺ തീമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സോനോ കിഡ്സും എല്ലാ നോർമൽ ഒരു കുറച്ച് സ്റ്റാൻഡേർഡ് തീമാണെങ്കിൽ യോക്കോ കിഡ്സും അങ്ങനെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് കറക്റ്റ് തന്നെയാണെന്ന് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ മക്കൾക്ക് ഇതുപോലത്തെ എല്ലാം ക്യൂട്ട് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അവരെ പേജ് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ സ്കൂളിൽ ഇതുപോലത്തെ ടവൽ വേണമല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും എൻ്റെ കയ്യിൽ മുന്നേ ഉള്ളതേനു. അപ്പോൾ അതിൽ നിന്ന് അങ്ങ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ മക്കളെയും കൊണ്ട് പുറത്തേക്കെല്ലാം പോകുമ്പോൾ ഞാൻ ബാഗിൽ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ച ടവലേനു. അപ്പോൾ ഇതിങ്ങനെ ടവൽ വേണമെന്ന് ടീച്ചർ ഗ്രൂപ്പിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ മീഷോന്ന് കുറച്ചും കൂടി ഓർഡർ ആക്കിയത് കേട്ടോ. പിന്നെ ഇതാ പിറ്റേന്ന് രാവിലെയാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ മോളെ കൊണ്ട് തന്നെ സെലക്ട് ചെയ്തിട്ട് ഏത് സ്റ്റിക്കറാണ് വേണ്ടതെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ
എല്ലാം ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ അവർക്കും കുറച്ച് ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ ഇങ്ങനെ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ട് കാണാനും അതെല്ലാം ഇങ്ങനെ ഒട്ടിക്കാനും എല്ലാത്തിനും. അതുകൊണ്ട് മക്കളെല്ലാം ഇരുത്തിയിട്ട് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച്. കുറച്ച് ടാസ്ക്കാണ് കേട്ടോ. ഞാൻ ഇവിടുന്ന് സ്റ്റിക്കർ എടുക്കുമ്പോൾ അവിടുന്ന് വേറെ എന്തെല്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായാലും സാരമില്ലാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. പിന്നെ ഞാനിപ്പോൾ കുറേ ആയില്ലേ വ്ളോഗ്സ് എല്ലാം അപ്ലോഡ് ആക്കിയിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്ലോ കിട്ടാത്ത പോലെയുണ്ട്. പിന്നെ കുറച്ച് പനിയും ഇതെല്ലാം ആയിട്ട് കുറച്ചധികം സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇടങ്ങേറും ഉണ്ട്. അതുകൊണ്ട് വോയിസിനെല്ലാം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളതെല്ലാം ഇഗ്നോർ ചെയ്യുക. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ഇങ്ങനെ കുറേ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാനെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതാണിപ്പോൾ വീഡിയോ ഇങ്ങനെ ഇടാൻ തന്നെ കുറച്ച് ഡിലേ ആയി പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് വലിയ വോയിസ് ഓവറെല്ലാം കൊടുക്കണമെങ്കിൽ ഒറ്റ ഇരിപ്പിന് ഇങ്ങനെ ഇരുന്നിട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ മക്കളെല്ലാം ഉറങ്ങുന്ന ടൈമെല്ലാം നോക്കിയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ മക്കളെല്ലാം ഓർക്കുമ്പോഴത്തേക്ക് ഞാനും അധികം ഉറങ്ങിപ്പോകും. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഡിലേ ആയിപ്പോയത്. അപ്പോൾ ഈ ഒരു വ്ളോഗിന് ശേഷം ഞാൻ ഫസ്റ്റ് ഡേ ഓഫ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ഓഫ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതും ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം വേണം അതും ഇടാൻ. ഇനിയെല്ലാം ഇപ്പോൾ ഇട്ടാൽ ആരെങ്കിലും കാണുമോയെന്നറിയില്ല. അല്ലെങ്കിൽ എൻ്റെ വീഡിയോസിനെല്ലാം വ്യൂസ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഡിലേ ആയിട്ട് ഇട്ടാൽ പിന്നെ ഉള്ള വ്യൂസും കൂടി കുറയും. എന്നാലും എന്തായാലും എടുത്തതല്ലേ, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് കാണാനൊരു രസമാണല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എന്തായാലും ലൈക്ക് ചെയ്യണേ. എല്ലാവരും ലൈക്ക് ചെയ്യാണ്ട് നിൽക്കുമ്പം വീഡിയോസിനെല്ലാം റീച്ചും കുറവാണ്. അപ്പോൾ റീച്ച് കുറയുമ്പോൾ എനിക്കിങ്ങനെ മടിയും വരും കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുറേ കമൻസും കുറച്ച് റീച്ചെല്ലാം കാണുമ്പോൾ ഇങ്ങനെ ഇടാൻ വേണ്ടി തോന്നും. അപ്പോൾ 2-3 ദിവസം നല്ല രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ഡൗൺ ആകുമ്പോഴത്തേക്ക് ഞാനും അങ്ങ് ഡൗൺ ആയി പോകും കേട്ടോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സ്റ്റിക്കറാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്. ഇതിൽ നമുക്ക് പെന്നിൽ ഒട്ടിക്കേണ്ട സ്റ്റിക്കർ, വാട്ടർ ബോട്ടിൽ, ലഞ്ച് ബോക്സ്, കൊട എല്ലാത്തിലും ഒട്ടിക്കേണ്ട സ്റ്റിക്കർ ഈ ഒരു ഷീറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇവരിങ്ങനെ ഓരോ തീമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഏതിപ്പോൾ കാർട്ടൂൺ തീം, യൂണിക്കോൺ തീം, അങ്ങനെ ഗേൾസിനും ബോയ്സിനും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് തീംസ് അവരെ ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള തീമിൽ അവർ ചെയ്തു തരും കേട്ടോ. അതും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അവർ കസ്റ്റമൈസ് ചെയ്ത് തരും. നമ്മൾ കൊടുത്ത ഫോട്ടോ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതും ചെയ്തു തരും. അങ്ങനെ പല രീതിക്കും ചെയ്തു തരും കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റിക്കറും വാട്ടർ പ്രൂഫ് ആയതുകൊണ്ട് വാട്ടർ ബോട്ടിലും ലഞ്ച് ബോക്സും എല്ലാം നമുക്ക് ധൈര്യമായിട്ട് ഒട്ടിക്കാം. വെള്ളം തട്ടിയാലൊന്നും ഒന്നും പറ്റൂല കേട്ടോ. ഞാനിപ്പോൾ 1 മാസമായല്ലോ മോള് സ്കൂളിൽ പോകുന്നത്, ഒന്നും പറ്റിയിട്ടില്ല. പിന്നെ ഈ ഒരു പെൻസിലെല്ലാം ഒട്ടിച്ച സ്റ്റിക്കർ മോളെന്നെ ഇങ്ങനെ അടർത്തി മാറ്റുന്നല്ലാണ്ട് വെള്ളം തട്ടിയിട്ടൊന്നും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കേട്ടോ. പിന്നെ സ്റ്റിക്കർ കണ്ടാൽ എവിടെ സ്റ്റിക്കർ ഒട്ടിച്ചാലും അതിങ്ങനെ പറിച്ചെടുത്തിട്ട് കാലിലും കൈക്കൊട്ടിക്കും കേട്ടോ. അതാണ് എൻ്റെ മക്കളുടെ മെയിൻ ഹോബി. അതുകൊണ്ട് ഈ ഒരു ബോക്സിലും പെൻസിലുള്ള സ്റ്റിക്കറൊന്നും ഇപ്പോൾ ഇല്ല. 2-3 വട്ടം ഞാൻ ഒട്ടിച്ചു കേട്ടോ. പിന്നെയും പറിച്ചെടുക്കുമ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ചൊരു പറിക്കണ്ടെന്ന് തോന്നിട്ട് ആ ഒരു ടൈമിൽ ഒട്ടിച്ചു കൊടുക്കാമെന്ന്. പിന്നെ ഇപ്പോൾ ബോക്സൊന്നും സ്കൂളിൽ കൊണ്ടുപോകണ്ടെന്ന് ടീച്ചർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒട്ടിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ബാക്കി എല്ലാ തിങ്സിലും സ്കൂളിൽ കൊണ്ടുപോകുന്ന എല്ലാ തിങ്സിലും അവരുടെ പേര് എഴുതണമെന്ന് മസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളാകുമ്പോൾ ടീച്ചർക്കും ഏതാണ് ആരുടെ ഐറ്റംസ് ആണെന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റൂല. അതും കുഞ്ഞുമക്കളും ചിലപ്പോൾ കരച്ചിലും ഇതെല്ലാം ആകുമ്പോൾ അവർ ഐറ്റംസ് ഏതാണെന്ന് അവർക്ക് തന്നെ ചിലപ്പോൾ തിരിയൂലല്ലോ. അതുകൊണ്ട് എല്ലാ ഐറ്റംസിലും പേര് ടാഗ് ചെയ്യണമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസിലും സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് ഈ ഒരു ബാഗ് ടാഗിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ ബാഗിൽ നമുക്ക് അഡ്രസ്സും ഫോൺ നമ്പറെല്ലാം ഇങ്ങനെ ഇതാക്കി വെക്കുക. അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ ഒരു അഡ്രസ്സും എല്ലാം പ്രിൻ്റ് ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കൊടുത്താൽ ടീച്ചർമാർക്കെല്ലാം പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനും അഡ്രസ്സ് ഇതാക്കാനും എല്ലാം നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. പിന്നെ അത് കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാ വീഡിയോസും കണ്ടിട്ട് എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പ്രീവിയസ് വീഡിയോസെല്ലാം കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്ന് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നോട്ടിഫിക്കേഷൻ കണ്ടപാട് കാണാൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറച്ച് ടൈം ഫ്രീ ആകുമ്പോഴെങ്കിലും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പം മഴ ആയതുകൊണ്ട് എന്നിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം ഒരു നോയ്സ് വരുന്നത്.
അപ്പോൾ അതെല്ലാം ഒന്ന് ഇഗ്നോർ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ ഞാൻ വ്ളോഗ്സ് കൂടാണ്ട് കൂടുതലും ഹോൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് എന്തായാലും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഫോളോ ചെയ്ത് വെക്കാം കേട്ടോ. നമ്മളെന്തായാലും ഇനി നല്ല നല്ല ഗിവ് അവേസും ഗിഫ്റ്റെല്ലാം ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, അതുപോലെ തന്നെ യൂട്യൂബിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.